ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നറിഷിംഗ് വ്ളോഗ്സ്. നമുക്കിന്ന് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്കൊന്ന് പോകാം. നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് കൈ കൊണ്ട് പിച്ചിടുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ പീസുകളും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ബ്രെഡ് ഇവിടെ കണ്ട ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഞാനിവിടെ കൊച്ചു പൊട്ടറ്റോ ആയിരുന്നുകൊണ്ട് 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉപ്പും ചേർത്ത് കുക്കറിലൊരു 2 വിസിൽ വരുത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊലി നമുക്ക് ഇതുപോലെയൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ എല്ലാ പീസിൻ്റെയും തൊലിയൊന്ന് പൊളിച്ചെടുക്കാം. പൊട്ടറ്റോ എല്ലാം ഞാനിവിടെ പൊളിച്ചെടുത്തു. ഇനിയും ഇതൊരു പൊട്ടറ്റോ മാഷർ കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പൊട്ടറ്റോ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ പൊട്ടറ്റോയുടെ നനവും ബ്രെഡിൻ്റെ നനവും ആ ഓയിൽ ചേർക്കുന്നതും എല്ലാം കൂടെ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. മാവ് ഞാൻ കണ്ടോ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനിയും നമുക്കിതൊന്ന് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ തേച്ച് കുഴയ്ക്കുന്നത് പോലെ നല്ല കട്ടിയായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ബലത്തിലൊന്ന് കുഴച്ചെടുക്കാം. മാവിങ്ങനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തപ്പോഴേ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടി പുരട്ടി കൊടുക്കാം. ആ ഓയിൽ എല്ലായിടത്തും ഒന്ന് പുരട്ടിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതങ്ങ് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ് ഇതിവിടെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടിയിട്ട് നമുക്കിതിലൊരു കുറച്ച് മാവെടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടണം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അടുത്ത ഒരെണ്ണം കൂടി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മാവെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ ബോളായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്താലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്ക് മുഴുവനും ഞാനിവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ഈ യമ്മി സ്നാക്ക് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അത് ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കട്ടെ. വെളിച്ചെണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ സ്നാക്ക് ഓരോന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്നാക്കുകൾ ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം, അല്ല എങ്കിൽ പുറം പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. ഇവിടെ ഞാനൊരു 5 എണ്ണമാണ് ഈ ബാച്ചിൽ ഇടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വശം ഒന്ന് മൂപ്പിച്ചെടുക്കാം. സ്നാക്സ് മൂത്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടോ, ഇത് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയും ഈ വശം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് ഈ വശവും മൂത്തിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ആ വശവും മൂത്തിട്ടുണ്ട്. ഇനിയും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് അടുത്ത ഒരു ബാച്ച് കൂടി ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അടുത്ത ഒരു 5 പീസാണ് അടുത്ത ബാച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയും നമുക്ക് ഇതും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ബാച്ചും കണ്ടോ, നമുക്ക് ഒരു വശം മൂത്തിട്ടുണ്ട്. ഇതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അതും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് ഈ ബാച്ചും ഇവിടെ മൂത്തിട്ടുണ്ട്. എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സ്നാക്കുകളോടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പിയാണ് പുറമേ, അകം നല്ല സോഫ്റ്റുമാണ്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ലവ് യു ഓൾ.